ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻ എ 1947 ആഗസ്റ്റ് 15. ഓപ്ഷൻ ബി 1950 ജനുവരി 26. ഓപ്ഷൻ സി 1949 നവംബർ 26 ആൻഡ് ഓപ്ഷൻ ഡി 1952 ജനുവരി 26. ശരി ഉത്തരം ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ഓപ്ഷൻ ബി 1950 ജനുവരി 26. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ കെ കൊല്ലപ്പൻ. ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ സി അച്യുതമേനോൻ ആൻഡ് ഓപ്ഷൻ ഡി ഉമ്മൻചാണ്ടി. ശരിയുത്തരം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? ഓപ്ഷൻ എ 30 വയസ്സ്. ഓപ്ഷൻ ബി 25 വയസ്സ്. ഓപ്ഷൻ സി 35 വയസ്സ് ആൻഡ് ഓപ്ഷൻ ഡി 40 വയസ്സ്. ശരിയുത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഓപ്ഷൻ സി 35 വയസ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാറ്റയും പ്രോഗ്രാമുകളും സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറി ഏത്? ഓപ്ഷൻ എ റാം. ഓപ്ഷൻ ബി റോം. ഓപ്ഷൻ സി ക്യാഷെ. ഓപ്ഷൻ ഡി രജിസ്റ്റർ. ശരിയുത്തരം ഡാറ്റയും പ്രോഗ്രാമുകളും സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറി ഓപ്ഷൻ ബി റോം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, MS Excel കണക്കുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോക്സുകൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ റോസ്. ഓപ്ഷൻ ബി കോളംസ്. ഓപ്ഷൻ സി സെൽസ് ആൻഡ് ഓപ്ഷൻ ഡി ടാബിൾസ്. ശരിയുത്തരം MS Excelൽ കണക്കുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോക്സുകൾ ഓപ്ഷൻ സി സെൽസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, Ctrl+C എന്ന ഷോർട്ട് കട്ട് കീ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പേസ്റ്റ് ചെയ്യാൻ. ഓപ്ഷൻ ബി കോപ്പി ചെയ്യാൻ. ഓപ്ഷൻ സി കട്ട് ചെയ്യാൻ ആൻഡ് ഓപ്ഷൻ ഡി സേവ് ചെയ്യാൻ. ശരിയുത്തരം Ctrl+C എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി കോപ്പി ചെയ്യാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ വിവര ഘടകം ഏത്? ഓപ്ഷൻ എ ബൈറ്റ്. ഓപ്ഷൻ ബി ബിറ്റ്. ഓപ്ഷൻ സി കിലോബൈറ്റ്. ഓപ്ഷൻ ഡി മെഗാബൈറ്റ്. ശരിയുത്തരം കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ വിവര ഘടകം ഓപ്ഷൻ ബി ബിറ്റ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആൻഡ് ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ. ശരിയുത്തരം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ എ പാലക്കാട്. ഓപ്ഷൻ ബി കോഴിക്കോട്. ഓപ്ഷൻ സി എറണാകുളം ആൻഡ് ഓപ്ഷൻ ഡി ആലപ്പുഴ. ശരിയുത്തരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ എ പാലക്കാട്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹി. ഓപ്ഷൻ ബി മുംബൈ. ഓപ്ഷൻ സി കൊൽക്കത്ത ആൻഡ് ഓപ്ഷൻ ഡി ചെന്നൈ. ശരിയുത്തരം ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ഡൽഹി. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 14 ജില്ലകളായി രൂപീകരിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1980. ഓപ്ഷൻ ബി 1982. ഓപ്ഷൻ സി 1984. ഓപ്ഷൻ ഡി 1990. ശരിയുത്തരം കേരളത്തിൽ 14 ജില്ലകളായി രൂപീകരിച്ചത് ഓപ്ഷൻ സി 1984.
12ാമത്തെ ക്വസ്റ്റ്യൻ, കേരള പിറവി ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഓപ്ഷൻ എ ഒക്ടോബർ 1, ഓപ്ഷൻ ബി നവംബർ 1, ഓപ്ഷൻ സി ഡിസംബർ 1 ആൻഡ് ഓപ്ഷൻ ഡി ജനുവരി 1. ശരി ഉത്തരം കേരള പിറവി ആചരിക്കുന്നത് ഓപ്ഷൻ ബി നവംബർ 1. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഓപ്ഷൻ എ മയിൽ, ഓപ്ഷൻ ബി പ്രാവ്, ഓപ്ഷൻ സി കുയിൽ ആൻഡ് ഓപ്ഷൻ ഡി കോയി. ശരി ഉത്തരം ഇന്ത്യയുടെ ദേശീയ പക്ഷി ഓപ്ഷൻ എ മയിൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഓപ്ഷൻ എ മയിൽ, ഓപ്ഷൻ ബി കൊക്ക്, ഓപ്ഷൻ സി കൊക്കണ്ണൻ ഗ്രേറ്റ് ഹോൺബിൽ ആൻഡ് ഓപ്ഷൻ ഡി കിളി. ശരി ഉത്തരം കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഓപ്ഷൻ സി കൊക്കണ്ണൻ ഗ്രേറ്റ് ഹോൺബിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കറൻസി ഏതാണ്? ഓപ്ഷൻ എ രൂപ, ഓപ്ഷൻ ബി ഡോളർ, ഓപ്ഷൻ സി യൂറോ ആൻഡ് ഓപ്ഷൻ ഡി പൗണ്ട്. ശരി ഉത്തരം ഇന്ത്യയുടെ കറൻസി ഓപ്ഷൻ എ രൂപ. 16ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ഡി കോട്ടയം. ശരി ഉത്തരം കേരളത്തിൻ്റെ തലസ്ഥാനം ഓപ്ഷൻ സി തിരുവനന്തപുരം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ പിംഗളി വെങ്കയ്യ, ഓപ്ഷൻ ബി നെഹ്റു, ഓപ്ഷൻ സി ഗാന്ധിജി ആൻഡ് ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ശരി ഉത്തരം ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ എ പിംഗളി വെങ്കയ്യ. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഓപ്ഷൻ എ അഷ്ടമുടി കായൽ, ഓപ്ഷൻ ബി വേമ്പനാട് കായൽ, ഓപ്ഷൻ സി പെരിയാർ കായൽ ആൻഡ് ഓപ്ഷൻ ഡി പൊന്നമട കായൽ. ശരി ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഓപ്ഷൻ ബി വേമ്പനാട് കായൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഭഗത് സിംഗ്, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി നെഹ്റു ആൻഡ് ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ശരി ഉത്തരം ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ഹൈക്കോടതി എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കോഴിക്കോട് ആൻഡ് ഓപ്ഷൻ ഡി പാലക്കാട്. ശരി ഉത്തരം കേരളത്തിലെ ആദ്യ ഹൈക്കോടതി ഓപ്ഷൻ ബി എറണാകുളം. 21ാമത്തെ ക്വസ്റ്റ്യൻ, കാഞ്ഞിരപ്പള്ളി പ്രസംഗം എന്നറിയപ്പെടുന്നത് ആരുടേതാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി സി കേശവൻ, ഓപ്ഷൻ സി കെ കൊല്ലപ്പൻ ആൻഡ് ഓപ്ഷൻ ഡി കെ മാധവൻ. ശരി ഉത്തരം കാഞ്ഞിരപ്പള്ളി പ്രസംഗം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സി കേശവൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി സി കേശവൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി VK കൃഷ്ണമേനോൻ. ശരി ഉത്തരം ആധുനിക കേരളത്തിൻ്റെ ശില്പി ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആര്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ സി സരോജിനി നായിഡു ആൻഡ് ഓപ്ഷൻ ഡി ആനി ബസന്ത്. ശരി ഉത്തരം ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ഓപ്ഷൻ സി സരോജിനി നായിഡു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്